പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിലൊരു ക്യാരറ്റ് ബീൻസ് തോരനാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി വലിയൊരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, 2 സവോള, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പർ വേണമെങ്കിൽ ഉപയോഗിച്ച് അരിയാം. ഞാനിവിടെ പിച്ചാത്തി വെച്ചാണ് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, നാളികേരം ചിരകിയത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 കഷ്ണം വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയൊക്കെ ഒതുക്കി വെക്കാതെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് പെട്ടെന്നൊരു എളുപ്പത്തിന്. അങ്ങനെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായി ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക് തുടങ്ങിയൊക്കെ ചതച്ച് ഒതുക്കി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിനും ടേസ്റ്റ് ഉണ്ട്, എന്നാലും ചതച്ചെടുക്കുന്നതിനാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ളത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ് തുടങ്ങിയവയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇത്രയും മൂക്കേണ്ട കാര്യമില്ല, ഇത് കുറച്ച് മൂത്ത് പോയി. അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ബീൻസ്, ക്യാരറ്റ് എല്ലാം അരിഞ്ഞിട്ട് അതിൽ കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഞെരടി വെച്ചിട്ടും തോരൻ വെക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ എളുപ്പത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ഓരോന്ന് അരിഞ്ഞു വെച്ചിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കണം, പിന്നെ കുറവാണെങ്കിൽ മാത്രം കൂടുതൽ ചേർക്കണം. എപ്പോഴും നമ്മൾ കൂടുതൽ ഉപ്പ് ചേർത്താൽ ചിലപ്പോൾ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞു പോയാൽ വീണ്ടും ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ആദ്യം ഉപ്പ് ചേർക്കുമ്പോഴും കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കാന്താരി ഇഷ്ടമുള്ളവർക്ക് കാന്താരി ചേർക്കാം. ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ അടച്ചു വെച്ച് വേവിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ സ്വാഭാവിക നിറം, ഗുണമൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. ബീൻസ് ഒന്നും കൂടെ സോഫ്റ്റ് ആകും, ക്യാരറ്റൊക്കെ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തടിയുടെ സ്പൂണാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോഴും ഒരു സ്റ്റീലിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് എരിയൊന്നും വേണ്ട, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന നാളികേരം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തത്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അടച്ചു വെച്ചു. ഒന്ന് ആവി വരുന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലിപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഒരു ഒഴിച്ചുകറിയും കൂടെ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് തേങ്ങ ഇതിന് ഇച്ചിരി കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. തേങ്ങ കുറച്ച് ഉപയോഗിക്കേണ്ടവർക്ക് കുറച്ച് ഉപയോഗിക്കാം. എല്ലാവരും വ്യത്യസ്ത രീതിയിലാണല്ലോ തയ്യാറാക്കുന്നത്. ഞാനിത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹവും അറിയിക്കുന്നു. അപ്പോഴേ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അങ്ങനെ ബീൻസ്, ക്യാരറ്റ് തോരന് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്.